ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 43 ശ്ലോകം 9-10. പീതാംബരം കരവിരാജിന ശംഖചക്രകമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഭൂയോ വികിം नो कृणमा പ്രണതാർത്തിഹാരി ഗോവിന്ദയേവ പരിപാലയതാൻ സുതം നഖ ഇത്യാദി മാതരാ പിതൃപ്രമുഖൈസ്തദാനീം സംപ്രാർത്ഥിത സ്വതവനായ വിഭോത്വമേവ. അന്വയം അർത്ഥം. ഭൂയഃ അഭി വീണ്ടും, കിം നു കൃണമ ഞങ്ങൾ എന്താണ് ചെയ്യുക, പ്രണതാർത്തിഹാരി ഭക്തന്മാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കുന്ന, ഗോവിന്ദ ഏവ ഗോവിന്ദൻ തന്നെ, നഖ നമ്മുടെ, സുതം പുത്രനെ, പരിപാലയതാൻ പരിപാലിക്കട്ടെ, ഇത്യാദി പ്രകാരം. ഹേ വിഭോ അല്ലയോ സർവശക്ത, തദാനീം ആ സമയം, മാതര പിതൃപ്രമുഖൈ മാതാവ് പിതാവ് തുടങ്ങിയവരാൽ, ത്വതവനായ അങ്ങയുടെ രക്ഷണത്തിനായി, ത്വം ദേവ അങ്ങ് തന്നെ, സംപ്രാർത്ഥിതക പ്രാർത്ഥിക്കപ്പെട്ടു. ഹരി ഓം. സാരം: അടിക്കടി ആപത്തുകൾ സംഭവിക്കുന്നത് കണ്ട് നന്ദഗോപൻ തുടങ്ങിയവർ ഭഗവാൻ കൃഷ്ണന്റെ രക്ഷയ്ക്കായി ഭക്തന്മാരുടെ സുഖമാകെ അകറ്റുന്ന സാക്ഷാൽ ഭഗവാനെ തന്നെ അകമഴിഞ്ഞ് പ്രാർത്ഥിച്ചു. ഹരി ഓം. ഓം ഗുങ്കുരിഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 10. വാദാത്മകം ധനുജമേവ മയീ പ്രധൂന്വൻ വാദോദ്ഭവാൻ മമ ഗദാൻ കിമുനോ ധുനോഷി കിം വാ കരോമി പുനരപ്യനിലാലയേശാം നിശേഷരോഗശമനം മുഹുരർത്തയേ ത്വാം. അന്വയം അർത്ഥം. അനിലാലേശ ഗുരുവായൂർ വാഴും ഭഗവാനെ, ഏവം പ്രകാരം, വാദാത്മകം കാറ്റിൻ്റെ രൂപമെടുത്ത, ധനുജം അസുരനെ, പ്രധൂന്വൻ നശിപ്പിച്ച ഭഗവാൻ, വാദോത്ഭവാൻ വാദത്തിൽ നിന്നുണ്ടായ, മമ എൻ്റെ, ഗദാൻ രോഗങ്ങളെ, കിമു എന്തുകൊണ്ട്, ന ധുനോഷി ഇല്ലായ്മ ചെയ്യുന്നില്ല, പുനരവി വീണ്ടും, കിംവ എന്താണ്, കരോമി ഞാൻ ചെയ്യേണ്ടത്, മുഹു അഭി വീണ്ടും വീണ്ടും, ത്വാം നിന്തിരുപടിയോടെ, നിശേഷ രോഗശമനം എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്ന അവസ്ഥയെ, അർത്ഥയെ അപേക്ഷിക്കുന്നു. ഹരി ഓം. സാരം: കൊടുങ്കാറ്റായി വന്ന അസുരനെ നശിപ്പിച്ച അവിടത്തേക്ക് വാതരോഗത്തെ നശിപ്പിക്കാനാവുകയില്ലെന്നോ? എന്താണ് അവിടുന്ന് അത് ചെയ്യാത്തത്? എന്നിൽ ദയവില്ലാഞ്ഞിട്ടാണെന്നാണോ ഞാൻ ധരിക്കേണ്ടത്? ഞാൻ വീണ്ടും വീണ്ടും അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന അവിടുന്ന് പ്രസാദിക്കുന്നത് വരെ തുടരും. വേറെ ആരും എനിക്ക് ആശ്രയമായിട്ടില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 43 ദശകം സമാപ്തം. ഹരി ഓം.